കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി എപ്പോഴും ഉയർന്നു വന്ന ഒന്നാണ് ഭൂപ്രശ്നങ്ങൾ. കേരളത്തിലെ ഏത് സാമൂഹ്യ മൂവ്മെൻറ്റുകൾ പരിശോധിച്ചാലും അതിൻ്റെ ഒരു പാർട്ട് ഭൂമിയായിരിക്കും. കേരളത്തിൻ്റെ കേരളത്തെക്കുറിച്ച് ഭൂപരിഷ്കരണം നടപ്പാക്കിയ സംസ്ഥാനം എന്നാണ് പറയുന്നത്. അതേസമയം കേരളത്തിൽ ലക്ഷക്കണക്കിന് ഭൂരഹിത കുടുംബങ്ങളുണ്ട് എന്ന് സർക്കാരിൻ്റെ രേഖകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും വലിയ ഭൂപ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായത് അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക കേരളീയ നവോത്ഥാന കാലഘട്ടവുമായി കണക്ട് ചെയ്ത, അതായത് കേരളത്തിലെ നിലനിന്ന ജാതി വ്യവസ്ഥയുമായി കണക്ട് ചെയ്ത ഒന്നാണ്. നവോത്ഥാനത്തിൻ്റെ പ്രശ്നം അതാണ്. ഭൂമി നവോത്ഥാനത്തിൻ്റെ മൂവ്മെൻറ്റുകളിൽ ഡയറക്റ്റ് ഭൂമി വരുന്നില്ലെങ്കിലും ഭൂമിയുടെ അധികാരം അതിനകത്ത് വലിയൊരു ഘടകമാണ്. ഭൂമിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം നടന്നത്. അപ്പോൾ കൃഷിഭൂമിയിൽ മാത്രം പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഭൂമിയിൽ സ്വന്തമായി വീട് വെക്കാൻ കഴിയാത്ത ആളുകൾ, സ്വന്തമായി ഭൂമി കരസ്ഥമാക്കാൻ കഴിയാത്ത ആളുകൾ, ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തിന് വന്നിട്ടുള്ളൊരു ഏറ്റവും വലിയൊരു ഫാൾട്ട്, കേരളത്തിൻ്റെ ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു വലിയൊരു ജനതയെ വഞ്ചിക്കുകയായിരുന്നു. എപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അതായത് 75 വർഷമായി ഇന്ത്യ സ്വതന്ത്രം നേടിയിട്ട്. കേരളം ഉണ്ടായിട്ട് ഇതേപോലെ 70 വർഷത്തോളമായി. ഇന്നും നമ്മുടെ കേരളത്തിൽ, കേരളം എല്ലാത്തിനും മുമ്പിൽ നടക്കുന്നു എന്നാണ് അവകാശപ്പെടാറുള്ളത്. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അരിപ്പ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെങ്ങറ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, മലപ്പുറത്ത് നിലമ്പൂർ ആദിവാസി ഭൂസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 25ഓളം ഭൂസമരങ്ങൾ ലൈവായി ഇപ്പോഴും കേരളത്തിലുണ്ട്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൂമിയുടെ പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഇതിന്. എന്തുകൊണ്ട് ഭൂമിയില്ല? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ സാമൂഹ്യ ഘടന, അതായത് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഭൂ ഉടമാവകാശം എന്ന് പറയുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള കീഴാള വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ദലിത് വിഭാഗങ്ങൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂ ഉടമാവകാശം എന്ന് പറയുന്നത് ജാതിപരമായി, ജാതി നിയമം അനുസരിച്ച് അനുവദനീയമല്ല. അപ്പോൾ പലപ്പോഴും നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ സാമൂഹിക വിഭാഗങ്ങൾക്കും ഒരാളോട് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പരമ്പരാഗതമായിട്ട് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം കാശ് കൊടുത്ത് വാങ്ങി. അതായത് 90% പേർക്കും പരമ്പരാഗതമായി കിട്ടി. 10% ആളുകളെ അങ്ങനെയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പരമ്പരാഗതമായിട്ട് ഒരിക്കലും പട്ടികജാതിക്കാരന് ഭൂമി ഇല്ല. കാരണം ഭൂമിക്ക് ഭൂവുടമാവകാശം അവന് നിഷിദ്ധമാണ്. അത്രക്കും ഭീകരമാണ് ഈ ജാതി നിയമം. ഇനി കാശ് കൊടുത്ത് വാങ്ങാനും പാടില്ലായിരുന്നു. പട്ടികജാതിക്കാരന് കാശുണ്ടാവില്ല, കാശ് കൊടുത്ത് വാങ്ങാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഈ ജാതിഘടനയാണ്, ഈ സാമൂഹ്യ അസമത്വമാണ്. ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിയാൽ, ഒരു സംസ്ഥാനം ഒരു ജനാധിപത്യ സംസ്ഥാനമായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ആ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ ഒന്നാമത്തെ പണി എന്തായിരിക്കണം? അതുവരെയുള്ള ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ ഭൂനിഷേധം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, കേരളത്തിലുള്ള ഭൂമിയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, യഥാർത്ഥത്തിൽ 1 ഏക്കർ ഭൂമി ഇവിടെയുള്ള പട്ടികജാതിക്കാരന് കൊടുക്കാൻ മാത്രം കേരളത്തിൽ ഭൂമിയുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിൽ അത്രക്കും ഭൂമിയുണ്ട്. രാജമാണിക്യം റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ തോട്ടഭൂമികളിൽ കയ്യേറിയ ഭൂമി, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഭൂമിയും കൂട്ടിയാൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ഏക്കർ, സർക്കാരിൻ്റെ കയ്യിലെ ഭൂമി 4 ലക്ഷത്തോളം ഏക്കർ ഭൂമി അങ്ങനെ തന്നെ കിടപ്പുണ്ട്, അധിക ഭൂമിയായിട്ട് കിടപ്പുണ്ട്. തോട്ടഭൂമിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു അധിക ഭൂമി ഉണ്ട്, ഈ കേരളത്തിലുണ്ട്. അപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിന് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെയാണ് നമ്മൾ സംശയിക്കുന്നത്. ഒരു ഗവൺമെൻറ്റിന് ആദ്യം എന്ത് വേണം? ഈ ചരിത്രപരമായ തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഈ മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ ഈ ജാതി നിയമത്തെ തന്നെയാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. അവരെന്നെയാണ് സംരക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ സാമൂഹ്യ വിഭാഗങ്ങൾ
അവർ ഭൂമി നിഷേധിക്കപ്പെട്ട് അവർക്ക് കൊട്ടിഘോഷിക്കപ്പെട്ട കോളനികൾ, ലക്ഷം വീട് കോളനികൾ, ഒറ്റമുറി ഇപ്പോൾ കോളനി എന്ന് പറയാൻ പാടില്ല കേട്ടോ. കോളനി പറയാൻ പറ്റില്ല. ഉന്നതി. ആ, ഉന്നതി. വലിയ അപ്പൊ ഇനി ഉന്നതി എന്താവും? ഉന്നതിയും ഇനി അപരിഷ്കൃതമാകുമ്പോൾ നേരത്തെ കോളനി എന്ന് പറയുന്നത് ഒരു ഗ്ലോറിഫൈഡ് വാക്കായിരുന്നു. പിന്നെ വലിയ ഒരു കൂട്ടം കോളനി, ബ്രിട്ടീഷ് കോളനി എന്നൊക്കെ പറയുമായിരുന്നല്ലോ. പക്ഷേ ഈ പട്ടികജാതി കോളനികൾ എന്നത് രൂപപ്പെട്ടതോടുകൂടി കോളനി എന്നുള്ളത് ഒരു മോശം മോശം വാക്ക്. മോശമാക്കി. കുറച്ച് കഴിഞ്ഞാൽ ഉന്നതി അങ്ങനെയാവും. മോശം വാക്കാവും. അതാണ്. അതൊക്കെ ഭയങ്കര ഭീകരമാണ്. അതായത് നമ്മൾ ഈ പട്ടികജാതി വിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരുപാട് നമ്മൾ ആലോചിക്കുമ്പോൾ അതിഭീകരമായ അസമത്വമാണ് ഈ ജാതി നിയമം മൂലം അവർ നേരിട്ടത്. ഇപ്പോൾ ഭൂമിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ ചവിട്ടി നിൽക്കാൻ ഭൂമിയില്ല, എന്നാൽ പാടത്ത് പണിയെടുക്കുന്നത് മുഴുവൻ ആരാണ്? കൃഷിപ്പണിയിൽ മുഴുവൻ ഏർപ്പെട്ടവരാരാണ്? ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ പട്ടികജാതിക്കാരാണ് ഈ കൃഷിഭൂമിയിൽ മുഴുവനും പണിയെടുത്തത്. യഥാർത്ഥ കർഷകർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഈ പാടത്തും പണിയെടുത്ത പട്ടികജാതിക്കാരാണ്. പക്ഷെ പാടത്ത് പണിയെടുത്ത് നമ്മുടെ നാടിനെ തീറ്റിപ്പോറ്റുന്ന, കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും ഒരു കാർഷിക സമ്പദ്ഘടനയുള്ള രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അതെ അതെ. ഇപ്പോൾ മാറി വരുന്നുണ്ട്. അടിസ്ഥാനപരമായ കൃഷി. അതെ. എന്നിരിക്കെ നമ്മുടെ കേരളത്തിലും അങ്ങനെയാണ്. നമ്മളൊരു അടിസ്ഥാന പിന്നെ ഇതാണ്. അങ്ങനെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയെ അവിടുന്ന് ആ ഒരു ഭൂമിയുടെ ഉടമ പോലും ആക്കാതെ സവർണൻ്റെ അധികാരത്തിൽ ജന്മിയുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയുടെ മൂലയ്ക്ക് എപ്പോഴും പണിയെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുടിൽ കെട്ടി താമസിച്ച് ആ കുടിലും അതിൻ്റെ പരിസരമാണ് അവർക്ക് കൊടുത്തത്. പിന്നെ ഈ കൊടുത്ത് ഈ ഒറ്റമുറി കോളനിയും കൊടുത്തു. എന്നിട്ട് ആ ഒരു സമൂഹത്തെ വളർന്നു വരാൻ അനുവദിക്കാതിരിക്കുക. ശരിക്ക് ഒരു ജാതി നിയമം വേറെ പല രീതിയിൽ നടപ്പിലാക്കുന്നത് പോലെയാണ് എനിക്ക് അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഭൂമി ഉണ്ടെങ്കിൽ, ഭൂമിയിൽ അധ്വാനിക്കുന്നു, പണിയെടുക്കുന്നു, ഞാൻ ഭൂമിൻ്റെ ഒരു ഉടമയാണ്, എനിക്കത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ അത് എൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ എൻ്റെ കുടുംബം, കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അവർ ഉദ്യോഗങ്ങളിലേക്ക് ഇങ്ങനെ പോയി ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ, സോഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ ഒരു ബേസാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭൂമി. അതങ്ങ് നിഷേധിച്ച് കളയാം. ഈ ഫ്ലാറ്റ് പദ്ധതിയിലൂടെയും സംഭവിക്കുന്നത് ഏകദേശം ഇത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ചരിത്രത്തിൽ ഈ ഭൂമിയോടൊപ്പം തന്നെ ഭൂസമരങ്ങൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ തോന്നുന്നത് 70കളിൽ AKG നടത്തിയിട്ടുള്ള മിച്ചഭൂമി സമരം, അതിന് മുമ്പുള്ള ഭൂസമരങ്ങളുടെ കാര്യം നവോത്ഥാനവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ്. ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം നടന്നിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ മിച്ചഭൂമി സമരമാണ്. പക്ഷേ ഈ മിച്ചഭൂമി സമരത്തിന് ശേഷം പിന്നീട് ഭൂമിയെക്കുറിച്ച് വല്ലാത്തൊരു മൗനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സമരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷമാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ ഈ ഇടതുപക്ഷം തന്നെ ഭൂമിയെക്കുറിച്ച് മൗനമാണ് പാലിച്ചത്. ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ തന്നെ പറയേണ്ടതാണ്, ഭൂപരിഷ്കരണം ഇനി ആവശ്യപ്പെടുന്നവർ വിപ്ലവ വായാടികളാണ്, വിപ്ലവ വായാടിത്തമാണെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. തോമസ് ഐസക് അങ്ങനെ എഴുതിയെന്ന് തോന്നുന്നു. തോമസ് ഐസക്കിൻ്റെ പുസ്തകമുണ്ട്, ഭൂമി പിന്നെ നമ്മൾ പിന്നെ ഈ കേരളത്തിലെ ഭൂപരിഷ്കരണം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. ഇനിയുള്ളത് ചില തുണ്ട് ഭൂമികളുടെ പ്രശ്നമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. പക്ഷേ അടിസ്ഥാനപരമായി ഭൂമിയുടെ കേരള ഭൂപരിഷ്കരണം ജനങ്ങളെ വഞ്ചിച്ചു എന്ന് കേരളത്തിൻ്റെ മുമ്പിൽ ആദ്യമായി തിയറട്ടിക്കലായി സ്ഥാപിച്ചെടുത്തത് KK കൊച്ചാണ്. അദ്ദേഹം എഴുതിയ ലഘുലേഖയാണ് അത്. അതിനുമുമ്പ് തന്നെ പലർക്കും ചർച്ചയുണ്ടെങ്കിൽ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു അവബോധമായിട്ട് വന്നത് അവിടെ നിന്നാണ്. പക്ഷേ അതേസമയം ചെങ്ങറ സമരം, അതിനു മുമ്പ് നടന്ന മുത്തങ്ങ സമരം, ആദിവാസികളുടെ ഭൂപ്രശ്നത്തെക്കുറിച്ച്. ആദിവാസികളുടെ ഭൂപ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. ആദിവാസികൾ ഭൂമി ഇല്ലാതായത് പരമ്പരാഗതമായ ഭൂമി ഇല്ലാത്തതുകൊണ്ടല്ല. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഭൂമി കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും പിടിച്ചെടുത്തതുകൊണ്ടാണ്. ആദിവാസികൾക്ക് പരമ്പരാഗതമായി ഭൂമി ഉള്ളവരാണ്, പട്ടികജാതിക്കാരെ പോലെയല്ല. അവർക്ക് കാട് ആണ് അവരുടെ അടിസ്ഥാനം. കാടിനോടനുബന്ധിച്ച് അവരുടെ ഭൂമിയും മറ്റുള്ളവർ കയ്യേറി. അത് കയ്യേറിയതോടെ ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെട്ടു. ആദിവാസികളുടെ ഭൂസമരം പ്രക്ഷോഭം വരുന്ന അങ്ങനെയാണ്. ഇപ്പോൾ മുത്തങ്ങ സമരം കേരളത്തിലെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ളൊരു ആദിവാസി ഭൂസമരമാണ്. സമാനമായി അതിന് നേരെ നടന്ന വെടിവെപ്പ് കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന AK ആൻ്റണി ഗവൺമെൻറ് അവരോട് കാണിച്ച വഞ്ചന. ആദ്യം അവരുടെ കുടിൽകെട്ടി സമരം ഉണ്ടായിരുന്നു. മുത്തങ്ങ സമരത്തിന് മുമ്പ് കുടിൽകെട്ടി സമരം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ. കുടിൽകെട്ടി സമരത്തിൽ ആൻ്റണി പോയി മറ്റേ കോൽക്കളി കളിക്കുന്ന ഒരു സീനുണ്ട്, ഒത്തുതീർപ്പ് ദിവസം. പക്ഷെ ആ കോൽക്കളി കളിച്ച ആൻ്റണി തന്നെയാണ്, ആ ആൻ്റണിയുടെ സർക്കാർ തന്നെയാണ് മുത്തങ്ങയിൽ അവർ സമരം ചെയ്തപ്പോൾ ആ
കരാർ പാലിക്കാത്തതിൽ കുടിൽ കെട്ടി സമരം നടത്തിയ മുത്തങ്ങ സമരം നടത്തിയ അവർക്ക് നേരെ വെടിവെച്ചത്. അപ്പോൾ ഇത് ഈ പിന്നീട് മുത്തങ്ങ സംഭവത്തിൽ നമ്മൾ ഈ ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളോട് നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന ക്രൂരത കാണണമെങ്കിൽ ഞാൻ ഈ സമയത്ത് മുത്തങ്ങയിലുണ്ട്. മുത്തങ്ങ ഈ പോലീസ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ മുത്തങ്ങയിലുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ നമ്മുടെ ഷെരീഫ് ഖാൻ, അവിടുത്തെ ലേഖകനാണ് അദ്ദേഹം. അത് ആ സ്പോട്ടിൽ നിന്ന് മാധ്യമത്തിലെ ജോഗി വെടിയേറ്റ് മരിച്ചു. ആദിവാസിയായ ജോഗി വെടിയേറ്റ് മരിച്ചപ്പോൾ വേറൊരു ആദിവാസി കൂടി അവിടെ വെടിയേറ്റിട്ടുണ്ട്. 2 പേര് മരിച്ചു എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോട്ടോസാണെന്ന് കാര്യമായിട്ട് മീഡിയയിൽ ലോകത്ത് അദ്ദേഹം കൃത്യമായി എൻ്റെ അകത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോഗി മരിച്ചു, മറ്റേ ആൾ മരിച്ചു എന്ന് വിചാരിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് മെഡിക്കൽ കോളേജിൽ ഒരു കാല് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ വാർത്ത വന്നിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെയുള്ള ആദിവാസികളെ പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ ഭീകരത സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ വന്നാൽ നമ്മൾ നെട്ടിപ്പോകും. നമ്മൾ ഒരു ഗവൺമെൻറ്, അതായത് തൊട്ട് മുമ്പ് കോൽക്കളി കളിച്ച സ്ഥലമാണ്, ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ആദിവാസി സമൂഹത്തോട് പെരുമാറുന്നത്? ഇത് പിന്നീട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ചെങ്ങറയിൽ നമ്മൾ കാണുന്നുണ്ട്. അതെ, ഇത് ചെങ്ങറയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചെങ്ങറയിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ചെങ്ങറയിൽ ചെങ്ങറ സമരം എന്ന് പറഞ്ഞ സമരത്തെ ഉപരോധിച്ചത് തൊഴിലാളികളാണ്. തൊഴിലാളി യൂണിയനുകൾ ഉപയോഗിച്ച്, യഥാർത്ഥത്തിൽ ഒരു ഹാരിസണിൻ്റെ ഗുണ്ടകളാണ് തൊഴിലാളി യൂണിയൻ എന്ന് പേര് കൊടുക്കുക. അതിൽ വന്നിട്ട് എല്ലാ തൊഴിലാളി യൂണിയനുകളും സംയുക്തമായി ഉപരോധിക്കുക, അവരുടെയൊക്കെ ആഹാരം തടയുക, ഭക്ഷണം തടയുക, അവിടേക്ക് പോകാൻ ഉള്ള സമര ആക്ടിവിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വഴി തടയുക, തല്ലുക, അവർ വരുന്ന വാഹനങ്ങൾ തകർക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ചെങ്ങറ നടന്നത്. ഭീകരമായിരുന്നത്. പരിഷ്കൃത ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ആ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേരിടുക, മോശമായി നേരിടുക എന്നതാണ്. വെൽഫെയർ പാർട്ടി നടത്തിയ ഭൂസമരവും അങ്ങനെ തന്നെയായിരുന്നു സർക്കാർ നേരിട്ട്. നമുക്കറിയാം, ഞാനടക്കമുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വന്നതും ചേരിമല സമരം. ചേരിമല സമരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് നടന്നത്. കാരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെ തല പൊട്ടിക്കുന്ന രംഗം നമ്മുടെ മനസ്സിലുണ്ട്. അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരിയ നിരത്തിട്ട് ചവിട്ടിക്ക് അദ്ദേഹത്തിന് കാലൊടിഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീകളെ വേണ്ടത്ര പോലീസുകാരില്ല, സ്ത്രീകളെ മുടി പിടിച്ച് വലിച്ചേക്കുന്ന രംഗം. അങ്ങനെ തന്നെയാണ് ചേരിമലയിലും അവർ സ്വീകരിച്ചൊരു സമീപനം എന്ന് പറയുന്നത്. ചേരിമല സമരത്തിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയായിരുന്നത്? ചേരിമല സമരം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000 ഏക്കർ ഭൂമി കുമാരഗിരി ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റിന്റെ കയ്യിൽ ആ ഭൂമിയുണ്ട്. ശരിക്കും സർക്കാർ ഭൂമി എന്തുകൊണ്ട്? അത് 1966 ഈ കുമാരൻ എന്ന് പറയുന്ന ആള് അവിടെ ആനക്കയത്ത് ഒരു പാലം പണിയാൻ വന്ന ആളാണ്. പിന്നീട് അദ്ദേഹം അത് 1970 ഇത് മരം വെട്ടാൻ എടുക്കുന്നുണ്ട് ഈ സ്ഥലം. എന്നിട്ട് ആ ഭൂമി പിന്നീട് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആധാരം മാറ്റുന്നതാണ്. അങ്ങനെ അദ്ദേഹം ആ ആധാരം കൈവശം വെച്ച ആധാരമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അങ്ങനെ 1971 മങ്കട അത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് ചാലക്കുടിയിലാണ്, അവരുടെ നാട്ടിലാണ്. പിന്നെ 71 ഇവിടെ മങ്കടയിൽ വന്ന് ഇത് പിന്നെ നികുതി അടച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു ഭൂമിയാണ്. അങ്ങനെ 2000 ഏക്കർ ഭൂമിയുണ്ട്. അവർ നികുതി അടക്കുന്ന 1066 ഏക്കർ മാത്രമാണുള്ളത്. പിന്നെ അവിടെ വനഭൂമിയായിട്ട് 297 ഏക്കർ ഭൂമിയുണ്ട്. മിച്ചഭൂമിയായി 10 ഏക്കർ ഭൂമിയുണ്ട്. ഇതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. ഒന്ന് മിനിമമായ ആവശ്യമാണല്ലോ നമ്മൾ ഉയർത്തിയത്. ഇത് ഭൂരഹിതർക്ക് നൽകണം. അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് പോലും സർക്കാരിന് നിർവഹിച്ചു തരാൻ കഴിയാത്തതാണ്. ഒരു ഭൂമിയുണ്ട്, അത് സർക്കാരിന് ഇനി ഇവിടുത്തെ ഭൂരഹിതർക്ക് നൽകേണ്ട. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നിരവധി വികസന ആവശ്യങ്ങളുണ്ട്, അത് നിർവഹിക്കാനെങ്കിലും സർക്കാരിന് അത് ഏറ്റെടുക്കാം. എനിക്കൊന്ന് വെൽഫെയർ പാർട്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ ഭൂപ്രക്ഷോഭങ്ങൾ, എനിക്കൊന്ന് ചെങ്ങറ സമരത്തിന് ശേഷമാണ് കേരളത്തിൽ ഭൂസമരങ്ങൾ ശക്തിപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. 2011 വെൽഫെയർ പാർട്ടി ഉപയോഗിച്ചപ്പോൾ ആദ്യത്തെ പരിപാടി, എൻ്റെ ഓർമ്മയിൽ വെൽഫെയർ പാർട്ടിയുടെ ആദ്യത്തെ പൊതുപരിപാടി, പ്രഖ്യാപനമല്ലാത്ത ആദ്യത്തെ പൊതുപരിപാടി തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഭൂസംരക്ഷണ മാർച്ചാണ്. അന്ന് കർണാടകയിലെ മുൻ മന്ത്രിയായിരുന്ന ലളിതാ നായിക്കാണ് ആ ഭൂസംരക്ഷണ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വെൽഫെയർ പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ്. അന്ന് അവർ വെൽഫെയർ പാർട്ടി നാഷണൽ രാഷ്ട്രീയപരമായ അടുത്ത കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വെൽഫെയർ പാർട്ടി തന്നെയൊന്നും സംശയമില്ല. ഭൂസംരക്ഷണ മാർച്ച് കൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ ഭൂപ്രക്ഷോഭങ്ങൾ പലതരത്തിൽ, അത് അക്കാഡമിക് ലെവലിലും സാമൂഹ്യ ലെവലിലും പ്രക്ഷോഭ തലത്തിലും 3
ടയറുകളിലായിട്ട് നമ്മുടെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി. ഇവിടെ ഹാരിസൺ ഭൂമി നമ്മൾ കയ്യേറി. അതെ അതെ, നമ്മൾ പല സ്ഥലത്തും ഭൂമി, ഇപ്പോൾ ചേരിയമലയിലെ ഭൂമി വെൽഫെയർ പാർട്ടിയിലെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കണ്ടുപിടിച്ച സ്ഥലമാണ്. അതേപോലെ തന്നെ ചുണ്ടേൽ എസ്റ്റേറ്റ്, വയനാട്ടിലെ ചുണ്ടേൽ എസ്റ്റേറ്റിൽ വെൽഫെയർ പാർട്ടി പോയി. അപ്പോൾ കല്ലടത്തണ്ണി ഇതാണ് ഒരു മിച്ച ഭൂമിയാണ്. അത് ഒരു സ്വകാര്യ വ്യക്തി കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് കല്ലടത്തണ്ണി സമരം. അതേപോലെ നമ്മൾ ആ ഒരു കല്ലടത്തണ്ണി സമരം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ചുണ്ടേൽ സമരം ഇതിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമരമാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച്. കാരണം നമ്മളിപ്പോൾ മുത്തങ്ങ സമരം, ചെങ്ങറ സമരം, അരിപ്പ സമരം പറഞ്ഞാൽ ആ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു സമരമാണ് കല്ലടത്തണ്ണി സമരം. കാരണം ഏകദേശം ഒരു 24 മണിക്കൂർ, ഒരു രാത്രിയും ഒരു പകലും പൂർണ്ണമായി നിന്ന് കുടിൽ കെട്ടി ഭൂരഹിതരെ പ്രവേശിപ്പിച്ചു, കുടിൽ കെട്ടി നടത്തിയ സമരമാണല്ലോ. സമരം വിജയിക്കുകയും ചെയ്തു. ആ സമരം അന്ന് തന്നെ കരാറിൽപ്പെട്ടു. ആ ഭൂസമരം നിലനിന്നാൽ അത് ഇടത് സർക്കാർ വന്നൊരു ആദ്യ കാലഘട്ടമായിരുന്നു. 2016 ഇടത് സർക്കാർ വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ആണ് നമ്മുടെ ഈ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഭൂമി 25 സെൻറ്റ് വീതം ചെങ്ങറ ഭൂസമരത്തിൽ ഭൂമി കിട്ടാത്ത കുറച്ച് ആളുകൾക്ക് അവർക്ക് കൊടുത്തു. പിന്നീട് അത് കൂടാതെ സമരം ചെയ്ത കുറച്ച് പേർക്കും ഏകദേശം 100ഓളം കുടുംബങ്ങൾക്ക് ആ ഭൂമി ലഭിച്ചു എന്നുള്ളത് വലിയൊരു സമരങ്ങളിലൂടെ നിരവധി ആളുകൾക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ തന്നെ നിരവധി ആളുകൾക്ക് ആ ഭൂമി ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഒരു കണക്കുണ്ട്, 3000-ലധികം കുടുംബങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വ്യത്യസ്ത ഭൂസമരങ്ങളിലൂടെ ഭൂമി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിലെ അടിസ്ഥാന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് അത് പോലും നമുക്ക് പറയുന്നില്ല. നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഹമീദ് സാഹിബായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. ഹമീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ജനഹിത രാഷ്ട്രീയ മുന്നേറ്റയാത്രയുണ്ട്. അതിലേറ്റവും പ്രൈം ഡിമാൻഡ് നമ്മൾ ഉന്നയിച്ചത് ഭൂമി പ്രശ്നമാണ്. ജാഥ തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി കോഴിക്കോട് ആണ് അവസാനിക്കുന്നത്. കേരളം മുഴുവൻ കറങ്ങിയിട്ട് കോഴിക്കോട് അവസാനിക്കുന്നത്. ആ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഓരോ സ്ഥലത്തും 100 കണക്കിന് ഭൂരഹിതർ അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഒരു വല്ലാത്ത ഒരു മൈൽ സ്റ്റോൺ ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച്. അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു അടയാളപ്പെടുത്തിയതെന്നാണ്. രണ്ടാമത് നമ്മൾ കളക്ട്രേറ്റ് ഉപരോധങ്ങൾ, 14 ജില്ലാ കളക്ട്രേറ്റുകൾ വലിയ സാന്നിധ്യത്തിൽ സഞ്ചയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉപരോധിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഞാൻ ജയിലിൽ പോയ ഒരാളാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം ശരിക്ക് ഒരു പകല് ഫുള്ള് അത് പോലീസ് അടിച്ച് തല്ലി തകർത്തിട്ടുണ്ട്. അതെ അതെ, ഇത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കേവലം പ്രക്ഷോഭങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നെയുണ്ട്, നമ്മൾ അക്കാഡമിക് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരു ലാൻഡ് സമ്മിറ്റ് നടത്തി. തിരുവനന്തപുരത്ത് ഒരു ലാൻഡ് സമ്മിറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ആ ലാൻഡ് സമ്മിറ്റ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തിട്ടുള്ളതാണ്. PV രാജഗോപാലാണത് ഉദ്ഘാടനം ചെയ്തത്. രാജു സോളങ്കി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊരു ദളിത് ആക്ടിവിസ്റ്റും ഭൂസമര പ്രവർത്തകനുമായൊരു വ്യക്തി അതിന് മുഖ്യാതിഥിയായിരുന്നു. നമ്മൾ വ്യത്യസ്ത വിഷയങ്ങൾ അതിൽ ഭൂനിയമങ്ങളെക്കുറിച്ച്, ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച്, ഭൂമിയുടെ വിനിയോഗങ്ങളെക്കുറിച്ച്, നഗരാസൂത്രണത്തെക്കുറിച്ച്, വികസനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ അതിന് നമ്മൾ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഭൂ നിയമം നിർമ്മിക്കുന്ന സമഗ്ര ഒരു കോംപ്രിഹെൻസീവ് ലാൻഡ് ലോ അത് എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ആ ദൗത്യമാണ് ഏറ്റെടുത്തത്. അതിൻ്റെ ഡ്രാഫ്റ്റ് ഒന്ന് അവതരിപ്പിച്ചിരുന്നു. അവസാനം സമ്മേളനത്തിന് ശേഷം, ഈ ലാൻഡ് സമ്മിറ്റിന് ശേഷം വ്യത്യസ്ത ആളുകൾ, അക്കാഡമിഷ്യന്മാർ പങ്കെടുത്തു, പൊളിറ്റീഷ്യന്മാർ പങ്കെടുത്തു, പത്രപ്രവർത്തകർ പങ്കെടുത്തു. അതിനകത്ത് ഒരു വലിയൊരു എഫർട്ടാണ്. ഭൂമി വിഷയം വരുന്നുവെങ്കിൽ അതിന് പഠിക്കേണ്ട എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തൽക്കാലം അത് ഒരു സാമാന്യം അത് ഒരു നല്ലൊന്നാണ്. പിന്നെ വേറൊന്നുള്ളത്, ഈ ഭൂസമരങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒരുപാട് കമ്മീഷനുകൾ, ഇപ്പോൾ രാജമാണിക്യം കമ്മിറ്റി കേരളത്തിലെ ഈ തോട്ടം മേഖലയിലെ ഈ ഹാരിസൺ പോലെയുള്ള ടാറ്റയെ പോലെയുള്ള വൻകിടകൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചതാണ്. അപ്പോൾ അതിന് ഹാരിസണിനെതിരെ കേസ് ധീരമായി ഫൈറ്റ് ചെയ്ത സുശീല ആർ ഭട്ടിനെ നമ്മൾ ഈ സമയത്ത് ഓർത്തേ പറ്റുള്ളതാണ്. കേരളത്തിലെ ഭൂപ്രക്ഷോഭങ്ങളുടെ പ്രക്ഷോഭം അല്ലെങ്കിലും കോടതി നിയമപരമായിട്ടുള്ള ഫൈറ്റ് സുശീല ആർ ഭട്ട് നടത്തിയിട്ടുള്ള ഫൈറ്റ് അവസാനം അവരെ മാറ്റി. അതെ, അതിനെ മാറ്റിയിട്ട് ഹാരിസണിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ഒരു ബന്ധുവിനെ, ഹാരിസന് വേണ്ടിയിട്ട് കോടതിയിൽ പോയി വാദിക്കുന്ന വക്കീലിനെ കൊടുത്തിട്ട് പിന്നെ ഗവൺമെൻറ് ലീഡറാക്കി, ഹാരിസണെതിരെ വാദിക്കാനുള്ള ഗവൺമെൻറ് ലീഡറാക്കി. അത് ആരെ മാറ്റിയിട്ട്? സുശീല ആർ ഭട്ടിനെ മാറ്റിയിട്ട്.
അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വലിയൊരു വഞ്ചന ഇതിനകത്തൊരു പദം നടക്കുന്നുണ്ട്. രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണ്. കാരണം അതിലാണ് 4 ലക്ഷം ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. രാജമാണിക്യം റിപ്പോർട്ട് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ടുമുണ്ട്. ഭൂപ്രശ്നം മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ IG ആയിരുന്ന ശ്രീജിത്ത് IPS അന്ന് അദ്ദേഹം ഇപ്പോൾ DGP റാങ്കിലോറ്റാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ പഠനമുണ്ട്. അത് പിന്നെ ആധികാരികമായി മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് ഇതൊരു ആധികാരിക രേഖയെ ചിലപ്പോൾ അംഗീകരിക്കില്ല. എന്നാൽ പോലും അതിനും ഇതേ കണക്ക് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് രാജമാണിക്യം കമ്മീഷൻ വരുന്നത്. ഇനി ഇടയ്ക്ക് വലിയൊരു ഭൂപ്രശ്നത്തെ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. പക്ഷേ ഈ അതേ അച്യുതാനന്ദൻ തന്നെയാണ് ചെങ്ങറ സമരക്കാരെ കള്ളന്മാരെന്ന് വിളിച്ചതെന്നുള്ളത് വേറൊരു വിഷയമാണ്. അതിന് കാരണം അച്യുതാനന്ദൻ്റെ കൈയും കാലും കെട്ടിയത് അച്യുതാനന്ദൻ്റെ പാർട്ടി തന്നെയാണ്. ടാറ്റയുടെ കയ്യേറ്റം മൂന്നാറിൽ ഒരു ദൗത്യ സംഘത്തെ അച്യുതാനന്ദൻ നിയോഗിച്ചിരുന്നു, 3 അംഗ ദൗത്യ സംഘത്തെ. അതിന് 3 പൂച്ചകളെന്നാണ് അച്യുതാനന്ദൻ തന്നെ വിളിച്ചത്. ആരായിരുന്നു? സുരേഷ് കുമാർ IAS, ഋഷിരാജ് സിംഗ്, മൂന്നാമതൊരാളുണ്ടല്ലോ രാജു നാരായണസ്വാമി. വെൽഫെയർ പാർട്ടിയുടെ നിയമ പോരാട്ടങ്ങളും അതിനോടൊപ്പം ഉണ്ട്. അതെ അതെ. ഇപ്പോൾ നടക്കുന്ന പാലത്തിങ്ങൽ, തിരൂരങ്ങാടി മണ്ഡലത്തിലെ പാലത്തിങ്ങൽ ഭൂമിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനായിട്ട് പാർട്ടി ഇപ്പോഴും ഭൂസമരം തുടരുകയാണല്ലോ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഗതി, വെൽഫെയർ പാർട്ടി 2011 രൂപീകരിച്ചത്. പക്ഷേ ഈ ഒരു 13 വർഷം കേരളത്തിലെ വെൽഫെയർ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഭൂപരിഷ്കരണത്തോടു കൂടി കേരളത്തിലെ ഭൂമി പ്രശ്നം അവസാനിച്ചു. അങ്ങനെ ഒരു ഭൂപ്രശ്നത്തെ ഫ്ലാറ്റായിട്ടും പാർപ്പിട പ്രശ്നമായിട്ടും ചുരുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഭൂപരിഷ്കരണം ഈ സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ഭൂപരിഷ്കരണം നമ്മുടെ ഈ ലാൻഡ് സമ്മിറ്റ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രസക്തമാകുന്ന ആ ഒരു പോയിന്റിലാണ്. അതെ അതെ. കാരണം ഈ ഭൂപരിഷ്കരണം കൊട്ടിഘോഷിക്കപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ എന്തായിരുന്നു ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത്? ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി വ്യവസ്ഥയിൽ ഭൂവുടമാവകാശം നിഷേധിക്കപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി കൊടുക്കാതിരിക്കുന്നതിലാണ് ഭൂപരിഷ്കരണം ശ്രദ്ധിച്ചത്. അതെ അതെ. ഭൂമി കൊടുത്തതായിരിക്കാണ് നേരത്തെ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കുടിയാൻ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന ആളല്ല, കർഷകനല്ല, ശരിക്ക് പണിയെടുപ്പിക്കുന്ന കർഷകനാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ഭൂമി എന്നിടത്ത് നിന്ന് പാട്ടത്തിനെടുത്തവന് ഭൂമി എന്നതാണ് ഭൂപരിഷ്കരണത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ജാതി നിയമം മൂലം ഭൂമി നിഷേധിക്കപ്പെട്ടവൻ്റെ ഭൂമി പ്രശ്നം പരിഹരിക്കുക എന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ് നിർവഹിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ ഗവൺമെൻറ്റുകൾ നിർവഹിച്ചിട്ടില്ല. ഇത് നമ്മൾ ശരിക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ്. രണ്ടാമത് ഇതിലൊരു ഏറ്റവും വലിയൊരു പ്രശ്നം, നേരത്തെ മൂന്നാറിൽ പോയപ്പോൾ അവർ പാർട്ടിക്കാർ തടഞ്ഞു എന്നല്ലേ, ഭൂപരിഷ്കരണം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വൻകിടകളുടെ കൈവശം വെച്ച തോട്ടഭൂമികൾ തൊടാതിരിക്കാൻ ഒരു നിയമം അതിൻ്റെ അകത്തുണ്ട്. അതായത് തോട്ടഭൂമികൾക്ക് പരിധിയില്ല, എത്രയും കയ്യിൽ വെക്കാം. അതോടുകൂടി തോട്ടഭൂമികളൊക്കെ വൻകിടകളുടെ കയ്യിലാണ്. മിച്ചഭൂമി ഭൂപരിഷ്കരണം അതിൽ തൊട്ടില്ല. അതും കഴിഞ്ഞിട്ടാണ് ഭൂപരിഷ്കരണം നടക്കുന്നത്. അതിനെയും മറികടന്നിട്ടുണ്ട്. ഭൂമി കൂടുതലുള്ളവർ മക്കളുടെയും മറ്റൊക്കെ ബന്ധുക്കളുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. അതും കഴിഞ്ഞിട്ട് കുറച്ച് മിച്ചമുള്ള ഭൂമിയാണ് സർക്കാരിൻ്റെ അടുത്ത് കിട്ടിയത്. അത് മാത്രമാണ് വിതരണം ചെയ്തത്. എന്നിട്ടാണ് പറയുന്നത് ഈ ഭൂപ്രശ്നം അവസാനിച്ചിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ജന്മികളെ സംരക്ഷിച്ചുകൊണ്ടും ഭൂമി ചരിത്രപരമായി നിഷേധിക്കപ്പെട്ടവന് കൊടുക്കാതെയും അങ്ങനെയുള്ളൊരു ഭൂപരിഷ്കരണമാണ് നടത്തിയത്. വേണമെങ്കിൽ പറയാം തൽക്കാലം ജന്മിത്വത്തിന് ഒരടി കൊടുത്തു എന്ന് വേണമെങ്കിൽ അതൊരു പ്രത്യക്ഷത്തിൽ ഒരു വശം മാത്രമാണ്. അതെ, കുടിയേറ ഭൂമി എടുത്തുകൊണ്ട് ഭൂപരിഷ്കരണം അല്ലാതെ 2 സർക്കാരുകൾ നടത്തിയ 2 പരിഷ്കാരങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സീറോ ലാൻഡ്ലെസ് പ്രോജക്റ്റാണ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതിന് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശമുണ്ട് ഈ സീറോ ലാൻഡ്ലെസ് പ്രോജക്റ്റിന്. അതിലൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളൊക്കെ നടത്തിയിട്ടുന്ന, അതുപോലെ ചെങ്ങറ സമരം, അരിപ്പ സമരം, ഇങ്ങനെയുള്ള സമരങ്ങളുടെ ഒരു കാര്യത്തെ അറ്റൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു എന്നതാണ് പോസിറ്റീവ് വശം. സർക്കാർ പ്രഖ്യാപിച്ചത് 3 സെൻറ്റ് വീതം ഭൂമി എന്നുള്ളത് പാർപ്പിട പ്രശ്നമായി പ്രശ്നത്തെ മാറ്റുന്നൊരു പ്രശ്നമാണ്. എങ്കിലും അതൊരു പോസിറ്റീവാണ്. ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഭൂരഹിതരുണ്ട് എന്ന് സർക്കാർ സാങ്കേതികമായി സമ്മതിച്ചു എന്നതാണ്. അതിൻ്റെ കണക്കെടുത്തു. കാരണം ഈ സീറോ ലാൻഡ്ലെസ്സിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ചതോടുകൂടി കണക്ക് ക്ലിയറായി. അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു രേഖയായി, ഒരു സർക്കാർ രേഖ ലഭ്യമായി എന്നതാണ് കേരളത്തിൽ ഭൂരഹിതർ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന. അത്രയുള്ള അതിൻ്റെ ഒരു
പോസിറ്റീവ്നെസ് എന്നുള്ളത്. ശരിക്കും ഈ സീറോ ലാൻഡ് പിന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഭൂരഹിതരെ കണ്ടെത്താനും അവരെ സമരരംഗത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തീർച്ചയായും വെൽഫെയർ പട്ടിക നമ്മൾക്കത് വല്ലാതെ മാത്രമല്ല കേരളത്തിലെ ഭൂസമരങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഉപകാരമാണത്. ആരാണ് ഭൂരഹിതരെന്ന് വളരെ കൃത്യമായി രേഖയുണ്ട്, ഓരോ വില്ലേജ് ഓഫീസിലും രേഖയായി. രണ്ടാമത്തത് ലൈഫ് മിഷൻ പദ്ധതിയാണ്. അല്ല ഈ ഭൂമി പ്രശ്നത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാട് യഥാർത്ഥത്തിൽ 3 സെൻറ്റ് 5 സെൻറ്റിനൊക്കെ നമ്മളെതിരാണ്. പാർട്ടിയുടെ അടിസ്ഥാന നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പട്ടികജാതി വിഭാഗത്തിന് ദലിതർക്ക് അവർക്ക് കൃഷിക്കാണ് ഭൂമി കൊടുക്കേണ്ടത്. അത് 10, 20, 50 സെൻറ്റല്ല. അവർക്ക് 1 ഏക്കർ വെച്ച് കൊടുക്കാൻ ഇവിടെ രാജമാണിക്യ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂമി ഉണ്ട്. ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഒരാൾ എത്തണമെങ്കിൽ അല്ല മേളിൽ എത്തണമെങ്കിൽ ഭൂമിയാണ് മാനദണ്ഡമെങ്കിൽ 1 ഹെക്ടർ ഭൂമി. അതെ, അപ്പോൾ അത്രയും ഭൂമി കൊടുക്കണം. അത്രയും ഭൂമി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് രാജമാണിക്യ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത്ര കുടുംബങ്ങൾക്ക് ഇത്ര ഭൂമി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അവർക്ക് 10 സെൻറ്റോ 3 സെൻറ്റോ ലക്ഷം വീട് കോളനി അല്ല കൊടുക്കേണ്ടത്, അവർക്ക് 1 ഏക്കർ പ്ലസ് ഭൂമി കൊടുക്കണമെന്നാണ്. അതേ സമയത്ത് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു 3 സെൻറ്റ് വീട് വെക്കാൻ കിട്ടുമെങ്കിൽ അത് കൊടുക്കുന്നതിനെ നിഷേധിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചില്ല. കുറച്ചുകൂടി പ്രായോഗികമായിട്ട് അതങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളത് ശ്രമിച്ചു. ഒരു 3000 ചില്ലാൻ ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രായോഗിക സമീപനമായിരുന്നു. പാർട്ടിയുടെ ലൈൻ അല്ല അത്. പാർട്ടിയുടെ ലൈൻ രണ്ടാമത് ആ ഭൂമി പോലും കൊടുക്കരുത് എന്ന് തീരുമാനിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ LDF സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളെ സംയോജിപ്പിച്ച് ലൈഫ് മിഷൻ എന്നൊരു പേര് കൊടുക്കുകയും ചെയ്ത് വീടല്ല ഫ്ലാറ്റാണ്. 2 പ്രശ്നം ഇതിനകത്തുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശവമടക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. ചില നഗരങ്ങളിൽ മാത്രമാണ് പൊതു ശ്മശാനങ്ങളുള്ളത്. അപ്പോൾ അത് അടുക്കള പൊളിച്ച് ശവമടക്കിയ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. എൻ്റെ നാട്ടിലുണ്ട്. വാണിയമ്പലത്തുണ്ട്, ചടയമംഗലത്തുണ്ട്, കിളിമാനൂരുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വീട് പൊളിച്ചിട്ട്. പക്ഷേ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ എവിടെ ശവമടക്കും? ഫ്ലാറ്റ് പൊളിച്ച് ശവമടക്കാൻ കഴിയില്ലല്ലോ. മറ്റേത് ഭൂമിയുണ്ട്. ആ ഭൂമിക്കകത്ത് അത് ഭൂമി 3 സെൻറ്റെങ്കിൽ 3 സെൻറ്റ് അതിൽ അടുക്കളയെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത കാരണം ഭൂമി എന്ന് പറയുന്ന സാധനമില്ല, ഇനി ആകാശമേ ഉള്ളൂ എന്നതിലേക്ക് മാറ്റി എന്നുള്ളതാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ഈ ഭൂപരിഷ്കരണം നടപ്പാക്കിയ വഞ്ചനയേക്കാൾ വലിയ വഞ്ചനയാണ് ലൈഫ് മിഷൻ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമി പ്രശ്നം ഇനി ആരും ഉന്നയിക്കരുത് എന്ന് കൂടിയാണ്. നിങ്ങൾ ഇവിടുത്തെ ജന്മികളെ ശല്യം ചെയ്യരുത്, അല്ലേ? അതെ, മനസ്സിലാക്കണ്ടേ? ശല്യം ചെയ്യരുത് എന്നുകൂടിയാണ് അവതരിപ്പിച്ചതോടുകൂടി പൊതുസമൂഹം കളർഫുള്ളായി അവതരിപ്പിച്ചെന്താ 1,00,000 വീട് കോളനി ഇന്ന് എന്ത് വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്? 450 സ്ക്വയർ ഫീറ്റ് വീട്. 1,00,000 വീട് കോളനിക്ക് ഒരു ഗുണമുണ്ട്, ആ സ്ഥലമെങ്കിലും ഉണ്ട്, തറയെങ്കിലും ഉണ്ട്. ഇത് തറയില്ല. 450 സ്ക്വയർ ഫീറ്റ് വീട്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ട്. മക്കൾ വലുതായാൽ ഈ 450 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നതിനകത്ത് അവരെവിടെയാണ് വലിയ കുട്ടികൾ മുതിരുമ്പോൾ അവരെവിടെയാണ് കിടക്കുക, താമസിക്കുക, ഇരിക്കുക? ഇനി ഇവർ വിവാഹിതരായെന്ന് വെച്ചാൽ അതായത് ഒരു സ്വത്ത് ഷെയർ ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. അതായത് 2 കുട്ടികൾ ജനിച്ചാൽ തീരുന്നതാണ് 450 സ്ക്വയർ ഫീറ്റ്. പിന്നെ അത് അവർ കെട്ടിക്കണം, കല്യാണം കഴിപ്പിക്കണം, അവർക്കവിടെ വളർന്ന് വലുതാവണ്ടേ? അവർ വളർന്ന് വലുതാവണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പട്ടികജാതി വിഭാഗത്തോട്, ദലിത് വിഭാഗത്തോട്, ആദിവാസി വിഭാഗത്തോടുള്ള സമീപനം എന്ന് പറയുന്നത് അവർ ഒരു നിലക്കും ഉയർന്നു വരരുത് തന്നെയാണ്. അതിവിടുത്തെ ജാതി നിയമമാണ്. ആ ജാതി നിയമമാണ് പല വഴിയിലൂടെയും ഇവിടെയുള്ള ഭരണകൂടങ്ങൾ മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പല പേരിലും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഒരു ഭൂവുടമസ്ഥാവകാശം എന്ന് പറഞ്ഞാലേ വേറൊരു ഡിഗ്നിറ്റി കൂടി അതിനുണ്ട്. ഫ്ലാറ്റിന് അതില്ല. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് ജാമ്യം നിൽക്കണം. ഒരു സെൻറ്റ് ഭൂമിയുള്ളവന് അയാൾക്ക് ജാമ്യം നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കണം. ഈ ഫ്ലാറ്റ് അതിന് പറ്റില്ലല്ലോ. ഫ്ലാറ്റ് ഇതൊന്നും പറ്റില്ല. ഒരു വായ്പ എടുക്കണമെങ്കിൽ തൽക്കാലം ഇതിൻ്റെ ആധാരമോ ഇതൊക്കെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് പണയം വെച്ചിട്ട് വായ്പ എടുക്കാം. തൽക്കാലം കാര്യങ്ങൾ നടക്കാൻ പറ്റും. തിരിച്ചറിയുക ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. ഭൂമി ഒരു ഡിഗ്നിറ്റിയുടെ കൂടി പ്രതീകമാണ് ഭൂവുടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ. താമസിക്കാനുള്ള ഇടം മാത്രമല്ല, ആ ഡിഗ്നിറ്റി ഇല്ലാതാവുകയാണ് ഈ ഫ്ലാറ്റുകളിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ ഈ ആദിവാസി ഭൂമി പ്രശ്നം തീർത്തും വേറെ ഒന്നാണ്. ദലിത് കമ്മ്യൂണിറ്റികൾക്ക് ഭൂമി കൊടുക്കരുത് എന്നുള്ളതൊരു നിയമമായിരുന്നെങ്കിൽ ആദിവാസികൾക്ക് ഭൂമി ഉണ്ടായിരുന്നു ശരിക്കും. അതെ. ആദിവാസികളുടെ ഭൂമി യഥാർത്ഥത്തിൽ കയ്യേറിയതാണ്. കയറിയിട്ട് കയ്യേറി പിടിച്ചു. കാരണം ആദിവാസികൾ യഥാർത്ഥത്തിൽ കാടിനെ സംരക്ഷിച്ചുകൊണ്ട്
ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതം നയിക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗങ്ങളാണ്. ജൈവിക ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അതെ. പക്ഷെ അവിടെ കയറി അധിനിവേശം നടത്തി അവരുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഒരു സംതൃപ്തവും ആരോഗ്യകരമായ ഒരു ജീവിതത്തെ തകർക്കുകയും ചെയ്തു. അവരുടെ ഭൂമിയും കൈവശപ്പെടുത്തി. എന്നിട്ട് അവരുടെ നഷ്ടപ്പെട്ട ഭൂമിക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ അവരെ അതിക്രൂരമായി തല്ലിച്ചതക്കുന്നതാണ് അരിപ്പയിലും അതേപോലെ തന്നെ പിന്നെ മുത്തങ്ങയിലൊക്കെ നമ്മൾ കണ്ടത്. അതിലിപ്പം നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആദിവാസി സമരത്തിൻ്റെ അവിടുന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഞങ്ങളെ ഒപ്പമുള്ള കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ അമ്മമാരൊപ്പം, മറ്റു കുട്ടികളൊക്കെ അമ്മമാരൊപ്പമാണ് രാത്രി കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മമാർ മലപ്പുറത്ത് കലക്ട്രേറ്റ് പഠിക്കലാണുള്ളത്. സമരം ഇപ്പോൾ എത്ര ദിവസമായി? മുമ്പ് 314 ദിവസം നിരാഹാരം കടന്ന് ആ സമരത്തെ ഒപ്പിട്ട് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞ കലക്ടർ അത് 1 വർഷം പിന്നിട്ടിട്ടും അത് നൽകാതിരുന്നപ്പോൾ വീണ്ടും 155 ദിവസമായി സമരത്തിലാണ്. അന്ന് കളക്ടർ 50 സെന്റ് ഭൂമി കൊടുക്കാമെന്ന്, 1 ഏക്കർ എന്നായിരുന്നു സമരത്തിന് മുദ്രാവാക്യം. പക്ഷേ 50-ൽ അവർ സമ്മതിച്ചു, 60 കുടുംബങ്ങൾക്ക് നൽകാം. പക്ഷേ അതുപോലും ചതിയാണ്. യഥാർത്ഥത്തിൽ ആദിവാസി കുടുംബത്തിന് 1/2 ഏക്കർ കൊണ്ട് പറ്റില്ല. ആദിവാസി കുടുംബത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അവർ ഒന്നാമത് ഗോത്ര സമൂഹമായി ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെയാണ്. ആ സാമൂഹ്യ വ്യവസ്ഥ പരിഗണിക്കാതെയാണ് അവർക്ക് ആദിവാസി കുടുംബത്തിന് കുറഞ്ഞത് 5 ഏക്കർ ഭൂമിയാണ് ആദിവാസി കുടുംബത്തിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ജീവിതാവസ്ഥയുള്ളത്. കേരളത്തിൽ ആദിവാസികളുടെ എണ്ണം കുറവാണെന്നുള്ളതുകൊണ്ട് പുറത്തറിയാതെ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്ന ആദിവാസി കുഞ്ഞുങ്ങൾ അപ്പോൾ പരിശോധിച്ച് നോക്കുന്നത് ഇന്ത്യയിലെ ശതമാനം മൊത്തം പരിശോധിച്ചാൽ ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ദരിദ്രം എന്ന് പറയുമല്ലോ, സംസ്ഥാനങ്ങളൊക്കെ. കേരളത്തിൽ മധുവിൻ്റെ അവസ്ഥ എന്താണ്? അട്ടപ്പാടി പോഷകാഹാര പ്രശ്നം. പട്ടിണി കിടന്നിട്ട് ഒരു അല്പം അരിയെടുത്ത് എവിടുന്നോ കഴിക്കാൻ തീരുമാനിച്ച മധുവിനെ കള്ളനെന്ന് മുദ്രത്തിൽ തല്ലിക്കൊന്നത്. എന്തിന് അരി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വീട്ടിൽ കയറി അരി എടുത്തു എന്നാണല്ലോ അയാൾക്ക് ഒരു ആരോപണം. അത് ശരിയാണോ തെറ്റോന്ന് അറിയില്ല. അങ്ങനത്തെ എടുത്തു കടയിൽ കടയിൽ എവിടെയായാലും ഈ അരി എടുക്കണെന്തിനാണ്? ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണ്, വേറെ മാർഗ്ഗമില്ലാത്തതാണ്. ഇവർ ഭൂമി വിഭവങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് ആദിവാസികൾ. പക്ഷെ അവർക്ക് വിഭവമില്ല, ഭൂമി നഷ്ടപ്പെട്ടു. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിത് പറയേണ്ടി വരുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ബിന്ദു വയലശ്ശേരി അവർ ഏകദേശം 340 ദിവസം നിരാഹാര സമരം നടത്തി അല്ലേ? നിരാഹാര സമരം നടത്തി ക്ഷീണിച്ച് ആ സമയത്താണ് ഈ ഒത്തുതീർപ്പുണ്ടാകുന്നത്. എന്നിട്ട് ഒരു പിന്നെ ആദിവാസി സ്ത്രീകൾ രാവും പകലും വ്യത്യാസമില്ലാതെ കളക്ട്രേറ്റിൽ പഠിക്കുക, അവിടെ കിടന്ന് സമരം നടത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നത്? എന്ത് ഗവൺമെൻറ്റുകളാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ? അല്ല, ഈ ആദിവാസികൾ, ദലിതർ, ഇവരൊക്കെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയും ഭരണാധികാരികളും ഈ റോട്ടിലൂടെ ഇങ്ങനെ ഒരു ലജ്ജയില്ലാതെ യാത്ര ഉന്നയിക്കാൻ കലക്ട്രേറ്റ് പള്ളിയിലേക്ക് ഇവർ പോകുമ്പോൾ 100 കണക്കിന് പോലീസുകാരാണ് അവരെ തടഞ്ഞു നിർത്താനുള്ളത്. എന്തിനാണ് പോലീസിൻ്റെ ഡ്യൂട്ടി എന്നുള്ള മനസ്സിലാക്കേണ്ടത്. ആരാണ് പോകുന്നത്? ഈ 90-100 വയസ്സായ ഗ്രോവാസും സാധുക്കളായ വെൽഫെയർ പാർട്ടിക്കാരും വരെ കൂടെ പോകുമ്പോൾ അവർക്ക് കലക്ടർ ഒന്ന് കാണാൻ പോലും അനുമതി നൽകാതെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. ഇതിൽ ഈ സർക്കാരിൻ്റെ ഒരു ഏറ്റവും അപ്രോച്ച് എന്ന് അറിയണമെങ്കിൽ ക്ലാസിക്കായിട്ടുള്ളൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത്, ഈ 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത് 2-3 ആദിവാസി കുട്ടികൾ പോഷകാഹാരക്കുറവ് മരിച്ചു. അപ്പോൾ അന്നത്തെ പട്ടികജാതി പട്ടികവർഗ മന്ത്രി AK ബാലൻ പറഞ്ഞത് ഞങ്ങളുടെ കാലത്തെ ഗർഭമല്ല എന്നിരുന്നു. അത്ര ഇങ്ങനെ നിസ്സാരം, എത്ര ക്രൂരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചു. അത് വളരെ ക്രൂരമാണ്. ആ വാക്കുകളുടെ തന്നെ ക്രൂരത ഉണ്ട് അതിൻ്റെ അകത്ത്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ. ഉത്തരേന്ത്യയിലൊക്കെ പട്ടിൻ്റെ അടി കിടന്ന് കാറിൻ്റെ അടി കിടക്കുന്ന പട്ടികളെ പോലെ എന്ന് പറയും പോലെയാണ് കേരളത്തിൽ. ആദിവാസി സമൂഹത്തെ അങ്ങനെയാണ്. അത് വലിയ വോട്ട് ബാങ്കല്ല. ഒരു നല്ല ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഭരിക്കുന്നവരെപ്പോഴും പറയുന്നത് കേരളം എല്ലാത്തിലും മുന്നിലാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി കളക്ട്രേറ്റ് പഠിക്കലോ സെക്രട്ടേറിയറ്റിലോ തെരുവിലോ കിടക്കേണ്ടി വരരുത്. അങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധി, വളർച്ച, വികസനം എന്നൊക്കെ പറഞ്ഞാൽ?
ഇതും കൂടിയാണല്ലോ ഈ ഏറ്റവും ദുർബലമായ ഒരു സാമൂഹ്യ വിഭാഗത്തെ തെരുവിലേക്ക് തള്ളിയിടുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്ത് വികസന, എന്ത് അഭിവൃദ്ധിയാണ്? യഥാർത്ഥത്തിൽ ഭരണകൂടങ്ങൾക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ മാനക്കേടല്ല അത്. ഒരു സമരം നടക്കുമ്പോൾ എൻ്റെ അധികാരത്തിന് കീഴിൽ ഞങ്ങൾ മുന്നണി ഭരിക്കുമ്പോൾ, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ആദിവാസി പെൺകുട്ടി അവിടെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഇച്ഛാശക്തിയുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, വളരെ സങ്കടകരമല്ലേ ഇതൊക്കെ? കേരളം യഥാർത്ഥത്തിൽ ഭൂമി ഇല്ലാത്ത നാടല്ല. കണക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഭൂമി ഇല്ല എന്ന് പറയുന്നത്, ലഭ്യമല്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണ്. കണക്കുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടെങ്കിൽ ഇതൊരു 6 മാസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ കേരളത്തിലെ ഭൂപ്രശ്നമുള്ളൂ. പാട്ടക്കരാർ ലംഘിച്ച ഭൂമിയുണ്ട്, പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞ ഭൂമിയുണ്ട്, കയ്യേറ്റ ഭൂമിയുണ്ട്. ചേരിമല പോലെ സ്ഥലത്ത് അളന്നെടുക്കാത്ത ഭൂമി തന്നെ അവിടെ വേറെ കിടക്കുന്നുണ്ട്. അത് സർക്കാരിന് ഇത് പിടിച്ചെടുക്കാൻ കഴിയില്ല, പക്ഷെ കയ്യിലുള്ള ആധുനിക ജന്മിക്ക് ഇത് മുറിച്ച് വെക്കാൻ പറ്റും. പിന്നെ അങ്ങനെയല്ലേ? അതെ അതെ അതെ, ഏക്കർ കണക്കിന് ഭൂമികൾ, പഴയ പൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമികൾ നമ്മുടെ നാട്ടിൽ വേറെയും കിടപ്പുണ്ട്. സർക്കാർ ഭൂമിയാണ്, സർക്കാർ കണക്കിൽ തന്നെയുള്ള ഭൂമിയാണ്, അങ്ങനെയും കിടപ്പുണ്ട് ഭൂമി. അങ്ങനെ ഭൂമിയുടെ വലിയ തോതിൽ കേരളത്തിൽ ഭൂമി പാഴായി കിടപ്പുണ്ട്. ഇതൊന്നും പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുള്ളൊരു കാര്യം, ഈ ഭൂപരിഷ്കരണത്തോടു കൂടി ഭൂമി പ്രശ്നം സമാപിച്ചിരിക്കുന്നു എന്നും ഇനി ആരും ഭൂമിയുടെ പ്രശ്നം ഉന്നയിക്കേണ്ട, അത് അതിവിപ്ലവമാണെന്നും എല്ലാവർക്കും ഫാറ്റേ ആവശ്യമുള്ളൂ എന്നൊരു കൺക്ലൂഷനിൽ ഈ ഭൂസമരത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ച ഈ സമയത്ത് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഭൂസമരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ സർക്കാരിന് ഒരിക്കലും തന്നെ ഇത്തരം മൂവ്മെൻറ്റുകളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വം, വലിയൊരു ബാധ്യത വെൽഫെയർ പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ചും അത് രൂപീകരിച്ചതിന് ശേഷം വന്ന അരിപ്പ സമരമായാലും മറ്റ് പലയിടങ്ങളിൽ നടന്ന സമരങ്ങളായാലും, കല്ലടത്തണ്ണി നേരിട്ട് തന്നെ നടത്തിയ സമരമാണ്. അരിപ്പ സമരത്തെ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി ആവും വിധം പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ രൂപപ്പെട്ടു വരുന്ന എല്ലാ സമരങ്ങളെയും പിന്തുണച്ചും ലാൻഡ് സമ്മിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയിൽ കൊണ്ടുവരാനും ഇവിടെ വരുന്ന ഭരണകൂടങ്ങളുടെ മുമ്പിൽ അതൊരു സമ്മർദ്ദമാക്കി മാറ്റാനും ഇവിടെ വരുന്ന പ്രത്യേകിച്ചും പട്ടികജാതി വിഭാഗങ്ങളുടെ ഭൂമി പ്രശ്നത്തെ ആ അർത്ഥത്തിൽ തന്നെ ഒരു ചരിത്രപരമായ ഒരു തെറ്റിനെ തിരുത്തുക എന്ന അർത്ഥത്തിൽ തന്നെ പരിഹരിക്കാനും ആദിവാസികൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കൊടുത്ത് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാൻ അതിന് പറ്റുന്ന നിയമങ്ങളും അതേപോലെ തന്നെ അതിനനുസൃതമായ ഒരു നിയമ നിർമ്മാണവും ഒപ്പം തന്നെ അതിനനുസൃതമായ ഭരണ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയെ പോലുള്ള ഒരു മൂവ്മെൻറ്റ് അതിശക്തമായി ഇത്തരം ഭൂരഹിതരെ കൂടി ഉൾക്കൊണ്ടും ഉൾക്കൊള്ളിച്ചും ഉൾപ്പെടുത്തിയുമുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്താൽ തീർച്ചയായിട്ടും അത് റിസൾട്ട് ഉണ്ടാവും.